റെഡി ആയി വരും. അത് ഫുള്ള് വെന്തു. ഇനിയിപ്പോൾ മറ്റേതോട് അതുപോലെ വെന്ത് കഴിഞ്ഞു. അതുകൂടെ ഇപ്പം കഴിയും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഇതെന്താ സംഭവം? നമുക്കൊന്ന് ഇത് എഗ് കുൽഫി എന്ന് പറയും. അത് നമ്മൾ 2 മുട്ട ഇറന്നതിനകത്ത് ഒഴിക്കുന്നത്. നമ്മൾ മുട്ട എടുത്ത് കഴുകി ചോറിനകത്ത്. അതെ, മുട്ട എടുത്ത് അതുപോലെ കഴുകി ചോറിനകത്ത് തുടച്ച് എന്നിട്ട് നമ്മൾ നല്ല കസ്റ്റമറിനെ കാണുകയാണ് ചെയ്യുന്നത്. രഹസ്യമൊന്നുമില്ല, എല്ലാം പരസ്യമായിട്ടുള്ള പരിപാടിയാണ്. പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ മുട്ട കഴിക്കുക. ഇത് മെഷീന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മെഷീനാണോ? മെഷീൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാ. കിട്ടും, പിന്നെ കിട്ടുമായിരിക്കും. നമ്മുടെ കൊല്ലം ജില്ലയിലാണ് ഉണ്ടോ? കൊല്ലം ജില്ല ആയിട്ട് ഇവിടെ ഇല്ല. നമ്മുടെ അടുത്തടുത്തേക്കാണില്ല. അടുത്ത ഭാഗത്തൊന്നും ഇല്ല. കൊല്ലം, പത്തനംതിട്ട ഈ ഭാഗത്തൊന്നും ഇവിടെ ആയിട്ടില്ല. നമ്മളത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ചേട്ടാ ഇത് എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 40 രൂപ 2 മുട്ട കൊടുക്കുന്നതിന്. 2 മുട്ട കുൽഫി ആക്കി 2 മുട്ട നമ്മൾ കുൽഫി ആക്കി കൊടുക്കുന്നതിന് 40 രൂപ വാങ്ങിക്കുന്നത്. പിന്നെ മാക്സിമം നമ്മൾ വൃത്തിയായിട്ട് തന്നെ സംഭവം കൊടുക്കുന്നത്. ഇതിപ്പോ എന്തൊക്കെയാ ചേർക്കുന്നത്? ഇതിനകത്ത് നമ്മളിപ്പം ആദ്യം മുട്ട കഴിച്ചാൽ അത് വെന്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കയറി വരും. കയറി വന്നതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെ ബാക്കിയുള്ള ഇപ്പം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോൾട്ട് ആൻഡ് പേപ്പറും തിരുവിരിയാണ് 2 ഐറ്റമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ മസാലക്കൂട്ടൊക്കെ എവിടെ നിന്ന് പഠിച്ചെന്നോ? മസാലക്കൂട്ട് സീക്രട്ടാ. നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് റെഡിയാക്കി തന്നെ. അത് മസാലക്കൂട്ട് മാത്രം പറയത്തില്ല, ബാക്കിയെല്ലാം പറയാം. പറയും. 2 സ്റ്റിക്ക് ഇട്ടില്ലേ? സ്റ്റിക്ക് ഇട്ടില്ല. സ്റ്റിക്ക് നമ്മളതൊന്ന് ക്ലീൻ ചെയ്യുക. സ്റ്റിക്ക് പാക്ക് ചെയ്ത് വരുന്നോണ്ടേ നമ്മളിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടേക്കുന്നോണ്ടേ സ്റ്റിക്ക് ക്ലീൻ ചെയ്തെടുക്കുക. കാരണം നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇതിന്റെ എങ്ങനെ പാക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ള നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആവിക്കകത്ത് കിടന്ന സ്റ്റിക്ക് ഒന്ന് ക്ലിയർ ആയതിനു ശേഷം നമ്മൾ അതിനകത്തോട്ട് ഇറക്കി വെക്കത്തുള്ളൂ. നമുക്ക് നല്ല മെഷീൻ ചൂടാക്കുന്നതുകൊണ്ട് 5 മിനിറ്റ് മതി. നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ചെയ്ത് വെക്കുമല്ല. ഈ മെഷീൻ എങ്ങനെ കറണ്ടില്ലാതെ പ്രവർത്തിക്കുന്നത്? അല്ല, ഇത് ഗ്യാസിലല്ലേ? നമുക്ക് ആർക്കാരും ഇതേപോലെ ഒരു മെഷീൻ വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ നമ്മളോട് പറഞ്ഞ കാര്യമില്ല. നമ്മുടെ കൂട്ടുകാരൻ അതിന്റെ ആള്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാലേ അത് നടക്കത്തുള്ളൂ. അപ്പൊ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഒരു മെഷീൻ വേണ്ടി വന്നാൽ തരുമോ? ഇല്ല, കിട്ടത്തില്ല. ഇപ്പൊ സ്റ്റിക്ക് വെക്കുക. ഇതിനകത്ത് ഇറക്കി വെക്കുവാണോ? അതെ. ഓക്കെ. നീ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പൊന്തി മേടി വരും. അതാ നമുക്ക് ചൂടായി നിൽക്കുന്നത് 5 മിനിറ്റ് സമയം വേണം ഇത് വെന്ത് വരാനെ കൊണ്ട്. ഈ സ്ഥലം എവിടെയാ ചേട്ടാ? ഇത് എടത്തറ മൂജി എന്ന് പറയും. അതായത് പത്തനാപുരം പത്തനംതിട്ടയുടെയും ഇടയ്ക്ക് അതിന്റെ ബോർഡറാണ്. 2 ജില്ലയുടെയും ബോർഡർ. ഏകദേശം ഒരു 100 മുട്ട ഡെയിലി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്. ഈ കഴിച്ചവരെ തന്നെ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മഴ ആയതുകൊണ്ട് ശാലം ആളിച്ചിരി കുറവാണ്. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ഒരുമാതിരി തിരക്കുണ്ടായിരുന്നു. ഈ ഒരൊറ്റ മെഷീൻ മാത്രമേ ഉള്ളൂ? ഈ ഒരു മെഷീനേ ഉള്ളൂ. ഇതിന്റെ ആവശ്യമുള്ളൂ ഈ ഒരു പരിപാടിക്ക്? ഇതിന്റെ ആവശ്യമുള്ളൂ. ഏകദേശം എത്ര സമയം എടുക്കും ചേട്ടാ? 5 മിനിറ്റ്. മെഷീൻ ചൂടായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മതി. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചൂടാക്കി വരുന്നതിന്റെ ആ ഒരു സമയം കൂടെ എടുക്കും. ഇത് നമ്മളിപ്പോ വെള്ളം? ഇത് വെള്ളം. ബാക്കിയുള്ള ഹോളുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക? ബാക്കിയുള്ള ഹോളുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ആരും കസ്റ്റമർ വരുവാന്നുണ്ടെങ്കിൽ തന്നെ റോഡ് സൈഡ് അല്ലേ, എന്തെങ്കിലും പൊടിയൊക്കെ വേണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് ശുദ്ധീകരിച്ച് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി വരുവാന്നോ? കയറി വരാറായി വരുന്നുണ്ട്. ആയി വരുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കണം അല്ലേ? എണ്ണ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഫുള്ള് ബെഡ് വരുത്തും. ഇത് മുട്ടയുടെ വെള്ളക്കരിന്റെ ആ സൈഡ് വരെ നമ്മൾ ഓംലേറ്റ് അടിക്കുമ്പോഴും പോലുള്ള ഒരു ഇതാണ്. അല്ലാതെ പ്ലാസ്റ്റിക് ഒന്നും അല്ല, മുട്ടയുടെ ഇത് തന്നെ അത്.
ആ വീഡിയോയിൽ കാണുമ്പോ ഒരു ചെറിയൊരു തോന്നും അല്ലേ? അതാ നമ്മള് ഈ മുട്ടയുടെ വെള്ളത്തിൽ നമ്മൾ ഓംലേറ്റ് അടിക്കുമ്പോൾ ഈ സൈഡിൽ വെള്ളയുടെ ആ ഒരു വരത്തില്ലേ, ഒരു ഫ്ലേവർ വരത്തില്ലേ, അതാണത്. സാധനം സ്ലോ മോഷനിൽ കയറി വരുവാ. അതല്ല കുറച്ചുകൂടെ വേവുണ്ട്, അതാ തിരിച്ച് റിട്ടേൺ ഇറങ്ങിപ്പം ഫുള്ള് വെന്തതിന് ശേഷം കയറി വരുള്ളൂ. ഫുള്ള് വരും അല്ലേ? ആ ഫുള്ള് കയറി വരും. അത് നല്ലൊരു വേവണമെന്നുള്ളതേ ഉള്ളൂ. വേവാകൊണ്ട് കയറി വരില്ല. കുറച്ച് വേവുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റക്കായി നിന്ന് വെന്തതിന് ശേഷം കയറി വരുത്തുള്ളൂ. ആ വെന്ത ഭാവം ആദ്യം കയറി വന്നല്ലേ? വെന്ത കയറി വന്നത് ചേട്ടൻ്റെ വേവുണ്ട്. അന്നേരം അത് റിട്ടേൺ ഇറങ്ങിപ്പോയിട്ട് ഇനി അത് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കയറി വരും. ചേട്ടാ റെഡിയായി വരുമോ? റെഡിയായി വരും. അത് ഫുള്ള് വെന്തു. ഇനിയിപ്പോൾ മറ്റേതും കൂടെ അതുപോലെ വെന്ത് കഴിഞ്ഞു. അത് ഇപ്പം കയറി. ഹലോ അണ്ണാ, ഞാൻ എടുത്തേ ഉള്ളൂ, മൊബൈലിൽ ചാർജ് ഇല്ല. എടുത്തിട്ടുണ്ട്. രണ്ട് ഫ്ലേവറായിട്ടാണ് വരുന്നത്, വെള്ളയും ചുവപ്പായിട്ട്. ഓ അങ്ങനെ വരുന്നല്ലേ? ആ ഇനി ഇതൊക്കെ എന്തൊക്കെയാ ചേട്ടാ ചേർക്കുന്നത്? അതിന് നമ്മൾ ചെയ്യുന്നത് മസാല ഐറ്റംസ് ആണ്. സോൾട്ട് ആൻഡ് പേപ്പറും ബാക്കിയുള്ള ചെറിയ ചെറിയ മസാലകളാണ്. ചേട്ടാ ഇവിടെ കുൽഫി എങ്ങനെയുണ്ട്? കുൽഫി അടിപൊളി. അതോ? മിക്കവാറും ഇവിടെ ഓട്ടം വരുന്നത് നല്ല ടേസ്റ്റാണ്. അതല്ലേ? ഇപ്പൊ എത്ര നേരം കഴിച്ചു? ഇപ്പൊ ആദ്യത്തെ ആയതേ ഉള്ളൂ. ആദ്യത്തെ എത്ര കഴിച്ചിട്ടാ പോലെ? 2-3 ഒക്കെ വാങ്ങിക്കും. അതല്ലേ? വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോകും? വീട്ടിലേക്ക് വാങ്ങിച്ചോണ്ട് പോകും.